നമുക്കിന്ന് വളരെ ടേസ്റ്റി ആയ ചോറിൻ്റെ കൂടെയും അപ്പത്തിൻ്റെ കൂടെയൊക്കെ ഒരേപോലെ കോമ്പോയിൽ പോണ ഒരു അടിപൊളി ചിക്കൻ റോസ്റ്റ് റെസിപ്പി നോക്കാം. സവാളയൊക്കെ വാടി വരുമ്പോഴത്തേക്കും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതൊക്കെ ഒന്ന് വാടി വരുമ്പോഴത്തേക്കും പച്ചമുളക്, ഉപ്പ്, പിന്നെ കൊറിയാൻഡർ ലീവ്സ്, പിന്നെ ഇതിലേക്ക് വേണ്ടത് ഒരു മീഡിയം സൈസ് ഉരുളക്കിഴങ്ങ് ഇതേപോലത്തെ കട്ട് ചെയ്തെടുക്കാനുണ്ട്. ഇതാണ് ഈ കറിയുടെ ടേസ്റ്റ്. അതൊക്കെ ഒന്ന് വാടി വരുമ്പോഴത്തേക്കും നല്ല പഴുത്ത 2 തക്കാളി ജ്യൂസ്, അതിൻ്റെ പ്യൂരി അത് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതൊക്കെ നന്നായി ഒന്ന് തിളച്ച് വരുമ്പോഴത്തേക്കും നമുക്കിനി പൗഡേഴ്സ് ആഡ് ചെയ്ത് കൊടുക്കാം. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ഗരം മസാലപ്പൊടി, നമുക്കിതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. പിന്നെ നമുക്കിതിലേക്ക് വേണ്ട അടുത്തൊരു മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണ് ചിക്കൻ മസാല. ഏത് പൗഡർ ആണെങ്കിലും കുഴപ്പമില്ല, ചിക്കൻ മസാലയും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ സവാളയിൽ നിന്നൊക്കെ വെള്ളം വന്നത് ഇതേപോലത്തെ ഒരു മസാലയായിട്ടുണ്ടാകും. പിന്നെ നമുക്ക് കഴുകി വെച്ചിരിക്കുന്ന ചിക്കൻ ഇതിലേക്ക് ഇട്ട് പിന്നെ എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ സമയത്ത് ഉപ്പൊക്കെ നോക്കുന്നുണ്ടെങ്കിൽ ഉപ്പെല്ലാം കറക്റ്റാക്കി നന്നായിട്ട് ഇത് മിക്സ് ചെയ്ത് ഇതൊന്ന് കുറച്ച് തിളച്ച് വരുമ്പോഴത്തേക്കും നമുക്കിത് അടച്ച് വെച്ച് വേവിക്കാനുള്ളതാണ്. അപ്പോൾ ചിക്കനിൽ നിന്നും ആ സവാളയിൽ നിന്നൊക്കെ വെള്ളം തന്നെത്താനെ ഇറങ്ങി വന്നോളും. നമ്മൾ അഡീഷണൽ ആയിട്ട് വെള്ളമൊന്നും ആഡ് ചെയ്യുന്നില്ല. പിന്നെ അതിനുശേഷം തുറന്ന് നോക്കി ഞാൻ അതിലേക്ക് വേപ്പിലയും മല്ലിയിലയും കൂടി ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അടച്ച് വെച്ച് തന്നെ ഇതിങ്ങനെ വേവിച്ചാൽ ആദ്യം ഒരു 10-15 മിനിറ്റ് പിടിക്കും. അപ്പോഴത്തേക്കും നമ്മുടെ അടിപൊളി ചിക്കൻ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഇത് ട്രൈ ചെയ്ത് നോക്കണേ.